ഇന്ന് നമുക്ക് ഗഹ്റയാൻ എന്ന ഹിന്ദി സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, നായികയും കാമുകനും ലിവിംഗ് റിലേഷൻഷിപ്പിലാണ്. എന്നാൽ അതേസമയം തന്നെ നായിക തന്റെ കസിൻ സിസ്റ്ററെ കാണുവാനായും പോകും. കസിൻ സിസ്റ്ററും അവളുടെ കാമുകനും ലിവിംഗ് റിലേഷൻഷിപ്പിലായിരുന്നു. അവിടെ വെച്ച് നമ്മുടെ നായികയും കസിൻ സിസ്റ്ററിന്റെ ലവറും തമ്മിൽ നല്ല അടുപ്പത്തിലാവുന്നു. ഇവരുടെ റിലേഷൻ വളർന്നു വളർന്ന് മറ്റൊരു വഴിത്തിരിവിലേക്ക് പോവുകയാണ്. എന്നാൽ ഇക്കാര്യം രണ്ടുപേരുടെയും പാർട്ട്നേഴ്സിന് അറിയത്തില്ല. നമ്മുടെ നായികയാണെങ്കിലോ പ്രഗ്നന്റ് ആവുകയും കൂടി ചെയ്തു. പിന്നീട് എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ നായികയായ അലീഷയുടെ കുട്ടിക്കാലമാണ് കാണിക്കുന്നത്. അലീഷ തന്റെ അമ്മയ്ക്കൊപ്പം ഇരിക്കുന്ന സമയം തന്നെ അച്ഛൻ അവിടേക്ക് വന്നിട്ട് നമുക്ക് എത്രയും വേഗം ഈ നാട് വിട്ടു തന്നെ പോകണമെന്ന് പറയും. ആ ഒരു സീൻ അവിടെ കട്ടായി പിന്നീട് കാണിക്കുന്നത് വലുതായ അലീഷയാണ്. അലീഷയാണെങ്കിൽ ഒരു ആപ്പ് ഡെവലപ്പറാണ്. പല കമ്പനികളിൽ നിന്നും ഓഫറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. പക്ഷെ ആരും തന്നെ അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നത് പോലുമില്ല. അലീഷയാണെങ്കിൽ പല പല ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുവാനായും പോകും. പക്ഷെ ഒന്നും തന്നെ നടക്കുന്നതുമില്ല. തന്റെ കാമുകനായ കരണിനെ വിളിച്ചിട്ട് ആ കാര്യമൊക്കെ അവൾ പറയുന്നുമുണ്ട്. അലീഷയും കരണും ലിവിംഗ് ടുഗദറാണ്. അലീഷയെ പോലെ തന്നെയാണ് കരണും. അവനും ഒരു സ്റ്റോറി റൈറ്ററാണ്. പക്ഷെ ഇതുവരെയായിട്ടും ഒരു സ്റ്റോറി പോലും അവൾ എഴുതി കംപ്ലീറ്റ് ആക്കിയിട്ടില്ല എന്നതാണ് സത്യവും. അതിന്റെ സങ്കടവും കരണിനുണ്ട്. രണ്ടു പേർക്കും ജോലിയൊന്നുമില്ലാതെ പിന്നെ എങ്ങനെ ജീവിക്കും എന്നൊരു സംശയമില്ലേ? സത്യത്തിൽ നമ്മുടെ അലീഷയ്ക്കാണെങ്കിൽ ഒരു യോഗ ക്ലാസ് ഉണ്ട്. ആ ഒരു യോഗ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലാണ് രണ്ടുപേരും ജീവിച്ചു പോകുന്നതും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അലീഷയും കരണും കൂടി അലീഷയുടെ കസിൻ സിസ്റ്ററായ ടിയയെ കാണുവാനായും എത്തുകയാണ്. ടിയയ്ക്ക് ഒരു കാമുകനുണ്ട്. അവന്റെ പേരാണ് സെയ്ദ്. അലീഷയും കരണിനെയും പോലെ തന്നെ ഇവർ രണ്ടുപേരും ലിവിംഗ് റിലേഷൻഷിപ്പിലുമാണ്. എന്നാൽ ഇവർ രണ്ടുപേരും അലീഷയും കരണിനെയും പോലെയല്ല. രണ്ടുപേരും ചേർന്ന് ഒരു കമ്പനി റൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ കൈവശം ഒരുപാട് കാശുമുണ്ടായിരുന്നു. സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം തന്നെ ടിയ അലീഷയോട് അവളുടെ അച്ഛനെ കുറിച്ച് അന്വേഷിക്കും. അലീഷ പറയുന്നത് അമ്മയുടെ മരണശേഷം പിന്നീട് ഞാൻ അച്ഛനുമായിട്ട് യാതൊരുവിധ കോണ്ടാക്റ്റുമില്ല എന്നായിരുന്നു. ആ ഒരു ദിവസം അവരെല്ലാവരും അവിടെ എൻജോയ് ചെയ്യുവാനായും തീരുമാനിക്കുകയാണ്. അലീഷയും സെയ്ദും നല്ല കമ്പനിയാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ മറ്റൊരു വശത്ത് അലീഷയാണെങ്കിലോ തന്റെ ഫാമിലി ഫോട്ടോയിൽ നിന്നും അമ്മയുടെയും അവളുടെയും ഫോട്ടോ ക്രോപ്പ് ചെയ്തെടുക്കുകയാണ്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവൾക്ക് അച്ഛനെ ഒട്ടും ഇഷ്ടമേ അല്ല എന്നുള്ള കാര്യം. അന്നേ ദിവസം രാത്രി ടിയയും തന്റെ കാമുകനായ സെയ്ദും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ടിയ തന്റെ അച്ഛനെയും അലീഷയുടെ അച്ഛനെയും കുറിച്ച് സെയ്ദിനോട് പറയും. എന്റെ അച്ഛനും അവളുടെ അച്ഛനും ചേർന്ന ബിസിനസ് ആരംഭിച്ചത്. എന്നാൽ പുള്ളിക്കാരനാണെങ്കിലോ പകുതി വഴിയിൽ വെച്ച് ബിസിനസ് ഒക്കെ ഉപേക്ഷിച്ച് നാട് വിട്ടുപോയി എന്നുള്ള കാര്യം ടിയ പറയുകയാണ്. എന്നാൽ ഈ സെയ്ദാണെങ്കിൽ എപ്പോഴും അലീഷയെ ചുറ്റിപ്പറ്റിയാണ് നടക്കുന്നത്. ഒറ്റയ്ക്ക് പൂളിലിരിക്കുകയായിരുന്ന അലീഷയുടെ അടുത്തേക്ക് എത്തുന്ന സെയ്ദാണെങ്കിൽ അവളെ കുറിച്ചൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതേ സമയത്തായിരുന്നു കരണും ടിയയും ഒക്കെ അവിടേക്ക് വരുന്നതും. അപ്പോൾ കരൺ പറയും, ദേ നമ്മുടെ അലീഷയില്ലേ, അവൾ യോഗ ക്ലാസ് ഒക്കെ നടത്തുകയാ, നല്ല രീതിക്ക് യോഗയൊക്കെ ചെയ്യുമെന്നും പറയുന്നു. അത് കേട്ട ഉടനെ തന്നെ അവളോട് 2 സ്റ്റെപ്പൊക്കെ കാണിച്ചു തരുവാനായും പറയും. അങ്ങനെ കുറച്ച് യോഗയുടെ സ്റ്റെപ്പുകളൊക്കെ അവൾ കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുകയാണ്. നമുക്ക് ബീച്ചിലൊക്കെ പോകാമെന്നും ടിയയൊക്കെ പറയുന്നു. അതനുസരിച്ച് 4 പേരും അന്നേ ദിവസം രാത്രി ബീച്ചിലൊക്കെ പോയി എൻജോയ് ചെയ്യുന്നു. ബീച്ചിലൊക്കെ നിൽക്കുന്ന സമയത്തും സെയ്ദിന്റെ കണ്ണാണെങ്കിലോ അലീഷയുടെ മേൽ തന്നെയാണ്. അവളോട് സെയ്ദിനാണെങ്കിൽ ചെറിയ ക്രഷ് ഉണ്ടെന്നാ തോന്നുന്നത്. അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മുടെ അലീഷയാണെങ്കിലോ യോഗ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയം അലീഷയ്ക്ക് അടുത്തേക്ക് സെയ്ദ് വരും. എന്നിട്ട് സെയ്ദാണെങ്കിൽ അലീഷയോട് സംസാരിച്ചു കൊണ്ടിരുന്നിട്ട് നമുക്കൊന്ന് ബോട്ടിങ്ങിന് പോയാലോ എന്ന് ചോദിക്കും. അലീഷയാണെങ്കിൽ അതിന് സമ്മതിക്കും. രണ്ടുപേരും കൂടി ബോട്ടിങ്ങിനൊക്കെ പോകുന്നു. ബോട്ടിങ്ങിന് പോകുന്ന സമയത്ത് അലീഷയുമായിട്ട് സെയ്ദ് അടുക്കുവാനൊക്കെ ശ്രമിക്കുന്നു. എന്നാൽ അത് മനസ്സിലാക്കിയ അലീഷയാണെങ്കിലോ കൂടുതലും ഒഴിഞ്ഞു മാറുവാനാണ് ശ്രമിക്കുന്നതും. അതെല്ലാം കഴിഞ്ഞ് കരണിനടുത്തിരുന്ന് സംസാരിക്കുകയായിരുന്നു അലീഷ. നിന്റെ റൈറ്റിംഗ് ഒക്കെ എന്തായി, എന്തെങ്കിലും പബ്ലിഷ് ചെയ്യാറായോ എന്ന് ചോദിക്കുമ്പോൾ നീ ഇവിടെയും എനിക്ക് സമാധാനം തരില്ലേ എന്ന് പറഞ്ഞ് കരണാണെങ്കിൽ അലീഷയെ ഒരുപാട് വഴക്ക് പറയും. അന്നേ ദിവസം വൈകിട്ട് രണ്ടുപേരും കൂടി തിരിച്ചു പോവുകയായിരുന്നു. പോകുന്ന സമയത്ത് അലീഷയുടെ ഇൻസ്റ്റഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും എല്ലാം സെയ്ദ് ഫോളോ ചെയ്യുന്നത് അലീഷയ്ക്ക് മനസ്സിലായി. സെയ്ദിനാണെങ്കിലോ ഒരു ബിസിനസ് പാർട്ണർ ഉണ്ട്. അവരുമായിട്ട് ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ സെയ്ദ് ആണെങ്കിൽ അലീഷയെ ഫോൺ വിളിക്കും. എന്നിട്ട് അവളോട് ചോദിക്കും, എനിക്ക് യോഗ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നെ കുറച്ചൊന്ന് പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിക്കും. അതിനെന്താ, ഞാൻ പഠിപ്പിച്ചു തരാമല്ലോ, നീ എന്റെ വീട്ടിലേക്ക് വരുവാനായിട്ടും അലീഷ പറയുന്നു. കേൾക്കേണ്ട താമസം സെയ്ദാണെങ്കിൽ അടുത്ത നിമിഷം തന്നെ അലീഷയുടെ വീട്ടിലേക്ക് എത്തി. അലീഷയാണെങ്കിലോ സെയ്ദിന് യോഗ പഠിപ്പിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യും.
യോഗ പഠിക്കുന്നെങ്കിലും സെയ്ദിന്റെ കണ്ണ് മുഴുവൻ അലീഷയിലായിരുന്നു. അലീഷയ്ക്കാണെങ്കിൽ അത് മനസ്സിലാകുന്നുമുണ്ട്. എന്നാൽ സെയ്ദാണെങ്കിൽ അവളോട് റൊമാൻസിനൊക്കെ വരും. അതും അലീഷ ശ്രദ്ധിക്കുന്നുണ്ട്. അലീഷയ്ക്ക് ആദ്യമേ തന്നെ മനസ്സിലായി സെയ്ദിന് തന്നോടൊരു താല്പര്യമുള്ള കാര്യം. അലീഷയ്ക്കും ചെറിയൊരു താല്പര്യം സെയ്ദിനോടുണ്ട്. രണ്ടുപേരും കിസ് ചെയ്യുവാനായി പോകുന്ന സമയം തന്നെയായിരുന്നു അലീഷയുടെ കുറച്ച് സ്റ്റുഡൻസ് അവിടേക്ക് വരുന്നതും. സ്റ്റുഡൻസിനെ കണ്ടതും നീ ഇവിടുന്ന് പൊയ്ക്കോ, നാളെ വന്നാൽ മതിയെന്ന് അലീഷ അവനെ പറഞ്ഞു വിടുന്നു. ഉടനെ തന്നെ സെയ്ദ് അവിടെ നിന്ന് പോകും. അടുത്ത ദിവസം സെയ്ദും ടിയയും കൂടിയാണ് അലീഷയുടെ വീട്ടിലേക്ക് വരുന്നത്. കാരണം എന്തെന്നാൽ കരണിന് ഒറ്റയ്ക്കിരുന്ന് എഴുതണം. അതിനു വേണ്ടിയിട്ട് ടിയയുടെ വീട്ടിലിരിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് രണ്ടുപേരെയും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ആ ഒരു കാര്യം അലീഷയ്ക്ക് അറിയത്തില്ല. ടിയയും സെയ്ദും വന്നതിനു ശേഷമാണ് കരൺ അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ കാര്യം അലീഷയ്ക്ക് മനസ്സിലായതും. അലീഷയ്ക്ക് അത് കേട്ടതും ഒരുപാട് ദേഷ്യം വന്നു. കാരണം കരൺ ആ ഒരു വിവരം അലീഷയോടൊന്ന് ഷെയർ ചെയ്തത് പോലുമില്ലല്ലോ, നേരിട്ട് അവരെ അറിയിച്ചു. താൻ അറിയാത്തത് കൊണ്ട് തന്നെ അലീഷയ്ക്ക് കരണിനോട് വല്ലാത്ത ദേഷ്യം വന്നു. ആ ഒരു ദേഷ്യത്തിൽ അവൾ നിൽക്കുന്ന സമയത്തായിരുന്നു സെയ്ദ് അവളോട് സംസാരിക്കുവാനായി വരുന്നതും. അവൻ അടുക്കുവാൻ ശ്രമിക്കുന്നത് അലീഷയ്ക്ക് അത്ര ഇഷ്ടമായില്ല. ദേഷ്യത്തിൽ നിന്നതുകൊണ്ട് തന്നെ അവൾ സെയ്ദിനോടും ദേഷ്യപ്പെട്ട് റൂമിലേക്ക് പോയി കതകടയ്ക്കുവാനായും ശ്രമിക്കും. ടിയയും കരണും പുറത്തിരുന്ന് സംസാരിക്കുന്ന സമയമായിരുന്നു അലീഷ ദേഷ്യപ്പെട്ട് അകത്ത് പോയി കതകടയ്ക്കുവാനായി ഒരുങ്ങിയതും. അലീഷയ്ക്ക് പിന്നാലെ സെയ്ദും പോകുന്നുണ്ടായിരുന്നു. അലീഷ കതകടച്ചതും കതകിന്റെ ഇടയിൽ സെയ്ദിന്റെ വിരലായിപ്പോയി. വിരലിനാണെങ്കിൽ ചെറുതായിട്ട് പരിക്കേറ്റു. ആ ഒരു വേദന കൊണ്ട് അവൻ വിളിക്കുന്ന സമയത്ത് വിളി കേട്ട് ടിയയും കരണമൊക്കെ അകത്തേക്ക് വരും. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് ടിയ നിർബന്ധിക്കുമ്പോഴും സെയ്ദാണെങ്കിൽ വേണ്ട എന്ന് തന്നെയാണ് പറയുന്നതും. മാത്രമല്ല ടിയയ്ക്ക് പുറത്തേക്ക് പോകേണ്ട അത്യാവശ്യമുണ്ടായിരുന്നു. എനിക്കിനി ഡ്രൈവ് ചെയ്യാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല, ഒരു കാര്യം ചെയ്, നീ കരണിനൊപ്പം പൊയ്ക്കോ എന്നും സെയ്ദ് പറയുന്നു. കരണം കേൾക്കേണ്ട താമസം ഞാൻ ഇവളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ടിയയും കൂട്ടി അവിടെ നിന്ന് പോവുകയായിരുന്നു. ടിയയും കരണും അവിടെ നിന്ന് പോയി കഴിഞ്ഞതും സെയ്ദിന് ഒരുപാട് സന്തോഷമായി. കാരണം അവനാണെങ്കിൽ അലീഷയെ ഒറ്റയ്ക്ക് കിട്ടുവാനാണ് ആഗ്രഹിച്ചിരുന്നതും. അത് തന്നെയാണല്ലോ ഇപ്പോൾ നടന്നിരിക്കുന്നതും. ആ ഒരു സന്തോഷത്തിൽ അവൻ അലീഷയ്ക്ക് അടുത്തേക്ക് വരും. അവന് വലുതായിട്ട് കൈക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ അവിടെ വെച്ച് രണ്ടുപേരും റൊമാൻസ് ചെയ്യുകയും ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുകയും ചെയ്തു. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം മിക്ക ദിവസവും അലീഷയെ കാണുവാനായിട്ട് സെയ്ദ് വരുന്നത് പതിവായി. ടിയയും കരണും അറിയാതെ ഇവർക്കിടയിലുള്ള റിലേഷൻഷിപ്പ് വളർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവർ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അലീഷ സെയ്ദിനോട് തനിക്കൊരു ആപ്പ് ഡെവലപ്പർ ആകാനാണ് ആഗ്രഹം, പക്ഷെ ഇതുവരെയും അത് നടക്കുന്നില്ല എന്നുള്ള കാര്യം പറയും. സെയ്ദ് താൻ ഹെൽപ്പ് ചെയ്യാമെന്നും പറയുന്നു. നിനക്ക് വേണ്ടിയിട്ട് എത്ര കാശ് വേണമെങ്കിലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്നും സെയ്ദ് പറയും. സെയ്ദ് പറഞ്ഞത് കേട്ട് അലീഷയ്ക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അലീഷയുടെ പിറന്നാളായിരുന്നു. അവളുടെ അച്ഛനാണെങ്കിൽ അവളെ ഫോൺ വിളിച്ചത് ബർത്ത്ഡേ വിഷ് ചെയ്യുവാൻ വേണ്ടിയിട്ടും. എന്നാൽ അലീഷയ്ക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടമായതേയില്ല. അച്ഛനോട് സംസാരിക്കുവാൻ പോലും അവൾക്കത്ര താല്പര്യവുമില്ലായിരുന്നു. അച്ഛൻ ബർത്ത്ഡേ വിഷ് ചെയ്തതും അവൾ കോള് കട്ട് ചെയ്ത് കളയും. അവളോടൊപ്പം വന്ന് സെയ്ദും ഉണ്ടായിരുന്നു. അലീഷയുടെ ബർത്ത്ഡേ പാർട്ടി കരൺ നടത്തുന്ന സമയം അലീഷയ്ക്കടുത്ത് കരൺ വന്നിട്ട് പറയും, ഇത്രയും നാളായിട്ട് നമ്മൾ ലിവിംഗ് റിലേഷൻഷിപ്പിലല്ലായിരുന്നോ, ഇനി നമുക്കത് മതിയാക്കാം, നമുക്ക് വിവാഹം കഴിക്കാമെന്നും അലീഷയോട് കരൺ പറയും. അവന്റെ പ്രപ്പോസൽ കേട്ടിട്ടും അവൾക്കൊട്ടും സന്തോഷമായില്ല. കാരണം അവളുടെ മനസ്സിൽ ഇപ്പോൾ സെയ്ദിനോടാണല്ലോ സ്നേഹം. അവൾ സെയ്ദിനെ തന്നെ നോക്കുകയാണ്. അവൾ അതിന് മറുപടി കൊടുക്കാതെ സങ്കടപ്പെട്ടാണ് ഇരിക്കുന്നതും. എന്നാൽ മറ്റൊരു വശത്ത് ടിയ തന്റെ അമ്മയെ വീഡിയോ കോൾ വിളിക്കുകയാണ്. എന്നാൽ അമ്മ ടിയയോട് പറയുന്നത്, നീ ഒരിക്കലും ആ സെയ്ദിനെ വിശ്വസിക്കരുത്. ഇന്നത്തെ ആണുങ്ങളെ ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതാ, അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കണമെന്ന് പ്രത്യേകം അമ്മ ടിയയോട് പറയുന്നുണ്ട്. കരണിന്റെ സ്റ്റോറി റൈറ്റിംഗ് എല്ലാം കഴിഞ്ഞ് അത് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അലീഷ കരണിനോട് ചോദിക്കും, നീ സ്റ്റോറിയൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് എന്തായി എന്ന് ചോദിക്കുമ്പോൾ റിപ്ലൈ കിട്ടിയില്ല എന്നാണ് കരൺ പറയുന്നതും. എന്നാൽ കുറച്ചു കഴിഞ്ഞതും അവന്റെ സ്റ്റോറി അവർ റിജക്ട് ചെയ്തു എന്നുള്ള കാര്യം അലീഷയ്ക്ക് മനസ്സിലായി. അലീഷ ഉടനെ തന്നെ കരണിനോട് വന്ന് ചോദിക്കും, നിന്റെ സ്റ്റോറി റിജക്ട് ചെയ്ത കാര്യം നീ എന്താ എന്നോട് പറയാതിരുന്നത്, നീ എന്തിനാ ഇതെല്ലാം എന്നോട് മറച്ചു വെക്കുന്നതെന്ന് പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ വഴക്കായി. ആ ഒരു വഴക്ക് വലിയ വഴക്കിലേക്ക് പോയി ഏകദേശം ബ്രേക്കപ്പ് ചെയ്യുന്ന ഘട്ടം വരെ എത്തിയിരിക്കുകയാണ്. ഈ ഒരു കാര്യം ടിയ അറിയും. ടിയ ഉടനെ തന്നെ അലീഷയോട് വന്നിട്ട്, നിങ്ങൾ ഇങ്ങനെയൊന്നും ബ്രേക്കപ്പ് ഒന്നും ചെയ്യരുത്, എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകുവാനായും ഉപദേശിക്കും. പക്ഷേ അലീഷയുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും കരണമായിട്ട് ബ്രേക്കപ്പ് ചെയ്യുക, അത് തന്നെയായിരുന്നു. അലീഷ കരൺ പ്രപ്പോസ് ചെയ്തതിൽ പിന്നെ സെയ്ദിനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ബ്രേക്കപ്പ് ചെയ്യുന്ന ഘട്ടമെത്തി നിൽക്കുകയല്ലേ. ഉടനെ തന്നെ അൺബ്ലോക്ക് ചെയ്തിട്ട് സെയ്ദിന് അവൾ മെസ്സേജ് അയക്കും, ഞാൻ കരണുമായിട്ട് ബ്രേക്കപ്പ് ചെയ്യാൻ പോവുകയാ, നീയും എത്രയും വേഗം ടിയയുമായി ബ്രേക്കപ്പ് ചെയ്യണം, നമുക്ക് ഒരുമിക്കണമെന്നും അലീഷയാണെങ്കിൽ സെയ്ദിന് മെസ്സേജ് അയക്കും. സെയ്ദാണെങ്കിലോ, നമുക്ക് നോക്കാം, എന്റെ ബിസിനസ്സിൽ ചെറിയ പ്രശ്നമുണ്ട്, അതെല്ലാം സോൾവ് ചെയ്തിട്ട് ഞാൻ ടിയയെ ബ്രേക്കപ്പ് ചെയ്യാം, അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഒരുമിക്കാമെന്നും സെയ്ദ് അലീഷയോട് പറയുന്നു. അത് കേട്ട് അലീഷയ്ക്ക് ഒരുപാട് സന്തോഷമാകും.
അങ്ങനെ സെയ്ദാണെങ്കിൽ അലീഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു യോഗ ക്ലാസ് ഒക്കെ ആരംഭിച്ചു കൊടുത്തു. ആ യോഗ ക്ലാസ് നടക്കുന്ന ബിൽഡിംഗിൽ തന്നെയാണ് ആപ്പ് ഡെവലപ്പിംഗിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നടക്കുന്നതും. അങ്ങനെ അലീഷ കരണുമായി ബ്രേക്കപ്പ് ആവുകയാണ്. കരണുമായി ബ്രേക്കപ്പ് ആയതിൽ പിന്നെ അലീഷ എപ്പോഴും സെയ്ദിനൊപ്പമായിരുന്നു. അവർ രണ്ടുപേരും ബോട്ടിങ്ങിനൊക്കെ പോകും. അതേസമയം തന്നെ 2 വയസ്സായ മുത്തശ്ശനും മുത്തശ്ശിയും അവിടേക്ക് വരികയാണ്. അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തങ്ങൾ ഹസ്ബൻഡും വൈഫുമാണെന്നാണ് അലീഷയും സെയ്ദും പറയുന്നതും. ടിയയോടൊപ്പം ആയിരിക്കുന്ന സമയത്തും അലീഷ സെയ്ദിനെ ഫോൺ വിളിക്കും. ടിയ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ മാറി നിന്നാണ് ഫോൺ സംസാരിക്കുന്നതും. അതെല്ലാം ടിയ ശ്രദ്ധിക്കുന്നുണ്ട്. അവൾക്ക് നല്ല സംശയം തോന്നുകയാണ്. അങ്ങനെ ഇരിക്കെ സെയ്ദിന്റെ കമ്പനിയിൽ ചെറിയൊരു പ്രശ്നം. അവരുടെ കമ്പനിയിൽ ഒരുപാട് കാശ് ഇൻവെസ്റ്റ് ചെയ്ത ആളുണ്ട്. ആ ആളിനെ ഇപ്പോൾ പോലീസ് പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. സെയ്ദിന്റെ അക്കൗണ്ട് പോലും ഫ്രീസ് ആയിരിക്കുന്ന അവസ്ഥയായിരുന്നു. ആ സമയത്തായിരുന്നു ടിയ കമ്പനിയിലേക്ക് വന്നതും. എന്നാൽ എന്താണ് പ്രശ്നമെന്ന് സെയ്ദ് അവളോട് പറയുന്നതേയില്ല. എല്ലാം ശരിയാകും, ഞാനെല്ലാം ശരിയാക്കാം എന്ന് തന്നെയാണ് ടിയയോട് സെയ്ദ് പറയുന്നതും. ടിയയോട് അവനിപ്പോൾ ഓപ്പൺ ആയിട്ടൊന്നും സംസാരിക്കുക തന്നെ ചെയ്യുന്നില്ല. അതാണ് യഥാർത്ഥ സത്യവും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സെയ്ദിനെ ഫോൺ വിളിക്കുകയാണ് അലീഷ. കാരണം അവൾ പ്രഗ്നന്റ് ആണ്. നമുക്ക് എത്രയും വേഗം വിവാഹം കഴിക്കണമെന്നും അലീഷ പറയുന്നു. എന്നാൽ സെയ്ദ് പറയുന്നത്, എന്റെ ബിസിനസ്സിൽ ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം എനിക്ക് പരിഹരിക്കണം. മാത്രമല്ല ടിയയുടെ കൈവശം കുറച്ച് കാശുണ്ട്. അതും ഒപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമേ ടിയയുമായിട്ട് ബ്രേക്കപ്പ് ചെയ്യാനായും പറ്റത്തുള്ളൂ. അതുവരെ നീ ഒന്ന് വെയിറ്റ് ചെയ്യണമെന്നും സെയ്ദാണെങ്കിൽ അലീഷയോട് പറയുന്നു. ടിയയ്ക്ക് സെയ്ദിനെ നല്ല സംശയമുണ്ടല്ലോ. രണ്ടുപേരും ഒരിക്കൽ കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് സെയ്ദാണെങ്കിലോ എന്തോ വാങ്ങുവാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങും. ആ തക്കം നോക്കി ടിയ സെയ്ദിന്റെ ഫോണ് പരിശോധിക്കും. അതിൽ കോൺട്രാക്ടർ എന്നെഴുതിയിരിക്കുന്ന നമ്പറിലേക്ക് ഒരുപാട് തവണ കോള് പോയിരിക്കുന്നതും വീഡിയോ കോൾ ചെയ്തിരിക്കുന്നതുമെല്ലാം ടിയ കാണുന്നു. ടിയ ഉടനെ തന്നെ ആ നമ്പറിലേക്ക് വീഡിയോ കോൾ ചെയ്യും. പക്ഷേ മറ്റേ വശത്തുള്ള അലീഷ കോൾ എടുക്കുന്നതിന് മുൻപ് തന്നെ സെയ്ദാണെങ്കിൽ കാറിലേക്ക് കയറുന്നു. സെയ്ദ് വരുന്നത് കണ്ട് ഉടനെ തന്നെ ടിയ ഫോൺ ഓഫാക്കി വെക്കും. എന്നാൽ കാറിൽ കയറിയ സെയ്ദിന് നല്ല സംശയം. ടിയ തന്റെ ഫോൺ എടുത്ത് പരിശോധിച്ചോ എന്നൊരു സംശയം അവനുണ്ടാകുന്നു. കാരണം ഫോണിന്റെ ലൈറ്റ് കത്തി കിടക്കുന്നത് അവൻ കാണുന്നുണ്ട്. വീട്ടിലെത്തിയ അതേ സമയം തന്നെ കോൺട്രാക്ടർ എന്ന പേരും ആ നമ്പരുമെല്ലാം അവൻ മാറ്റി വേറെ രീതിയിലൊക്കെ ആക്കിയിടുകയാണ്. ടിയ ഒരിക്കലും കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നതും. എന്നാൽ മറ്റൊരു വശത്ത് കമ്പനി ഏകദേശം ജപ്തിയുടെ വക്കിൽ നിൽക്കുകയായിരുന്നു. ആ സമയമായിരുന്നു സെയ്ദിനെ തിരക്കി അലീഷ കമ്പനിയിലേക്ക് എത്തിയത്. അപ്പോൾ അവൾ കാണുന്ന കാഴ്ച ജപ്തി നോട്ടീസുമായി നിൽക്കുന്ന പോലീസിനെയാണ്. ഒരുപാട് തവണ സെയ്ദിനെ അവൾ ഫോൺ വിളിക്കും. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ടെൻഷൻ നിൽക്കുന്ന സെയ്ദ് ഫോൺ എടുക്കത്തേയില്ല. എന്നാൽ ഒരു ഘട്ടത്തിൽ സെയ്ദാണെങ്കിൽ അലീഷയെ കാണും. അലീഷയ്ക്കടുത്തെത്തിയ സെയ്ദ്, ഇതിനെല്ലാത്തിനും പരിഹാരം ഞാൻ ഉണ്ടാക്കാം, നീ എനിക്ക് കുറച്ച് സമയം തരണമെന്നും അലീഷയോട് പറയുന്നു. എന്നാൽ ഇതെല്ലാം സെയ്ദിന്റെ ബിസിനസ് പാർട്ട്ണർ കാണുന്നുണ്ടായിരുന്നു. പാർട്ട്ണർ ഉടനെ തന്നെ സെയ്ദിനോട് പറയും, നീ എന്തായി ചെയ്യുന്നത്? നീ എന്തിനാ ഇവൾക്ക് ഓഫീസൊക്കെ വാങ്ങിക്കൊടുത്തത്? ആവശ്യമില്ലാത്ത ചിലവുകളാ നീ എടുത്ത് തലയിൽ വെച്ചിരിക്കുന്നത്. അത് കാരണമല്ലേ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. എന്തായാലും എത്രയും വേഗം ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. ടിയയുടെ അക്കൗണ്ടിൽ കിടക്കുന്ന ആ ഒരു ഫണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നാൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനായി പറ്റത്തുള്ളൂ. അതുകൊണ്ട് എത്രയും വേഗം നീ അത് റെഡിയാക്കണമെന്നും സെയ്ദിനോട് ബിസിനസ് പാർട്ട്ണർ പറയുന്നു. അതനുസരിച്ച് സെയ്ദാണെങ്കിലോ അടുത്ത ദിവസം തന്നെ ടിയയും കൊണ്ട് ഒരു ട്രിപ്പിന് പോവുകയാണ്. എന്നാൽ അലീഷയോട് പറയുന്നത് അവൻ ബിസിനസ് ട്രിപ്പിന് പോവുകയാണ്, അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്നും കിടന്ന് ഫോൺ വിളിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് അവൻ ടിയയോടൊപ്പം പുറത്തു പോകുന്നതും. എന്നാൽ ടിയ സെയ്ദിനോട് പറയുന്നത്, നീ പഴയതുപോലൊന്നുമല്ല, നിന്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റമുണ്ട്. നീ എപ്പോൾ നോക്കിയാലും നിന്റെ ഫോണിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്കപ്പ് ആകാം. ഈ റിലേഷൻ മുന്നോട്ട് പോകുന്നത് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും ടിയ പറയുന്നു. അത് കേട്ട് സെയ്ദിന് വല്ലാതെ ദേഷ്യം വരും. എന്നാലും അത് മനസ്സിൽ വെച്ച് സെയ്ദ് പറയും, നീ വിചാരിക്കുന്നത് പോലെ ഒരു പ്രശ്നവുമില്ല. ഞാൻ പഴയതുപോലെ തന്നെയാ നിന്നെ സ്നേഹിക്കുന്നതും. നിനക്കിതെല്ലാം തോന്നുന്നതാ. ദേ നീ നോക്കിയേ, എന്റെ ഫോൺ എടുത്ത് പരിശോധിക്കേ, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പറഞ്ഞ് അവൻ ഫോൺ എടുത്ത് അവളുടെ കയ്യിൽ കൊടുക്കും. എന്നാൽ ഫോൺ നോക്കുന്ന സമയത്തോ അവൻ നമ്പരെല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ അവൾക്കൊന്നും തന്നെ അതിൽ നിന്ന് കണ്ടെത്താനായും പറ്റിയില്ല. സെയ്ദിനാണെങ്കിലോ ടിയയുടെ അക്കൗണ്ടിൽ കിടക്കുന്ന ഫണ്ട് തന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ എങ്ങനെയെങ്കിലും ചെയ്യിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനെ അവളെ സോപ്പിട്ട് നിൽക്കുന്നതും. എന്നാൽ ഇതൊന്നും അറിയാതെ പുറത്തേക്ക് പോയിരിക്കുകയായിരുന്നു അലീഷ. വഴിയിൽ വെച്ച് അവളാണെങ്കിലോ കരണിനെ കാണുന്നു. കരൺ ചോദിക്കും, സെയ്ദും ടിയയും കൂടി പുറത്തേക്ക് പോയിരിക്കുകയാണ്, നിന്നോടൊന്നും പറഞ്ഞില്ലേ? അവർ രണ്ടുപേരും കറങ്ങി നടക്കുകയാ എന്നുള്ള കാര്യം കരൺ പറയുന്നു. അത് കേട്ടതും അലീഷയ്ക്ക് വല്ലാതെ ദേഷ്യം വരും. കാരണം കള്ളം പറഞ്ഞിട്ടാണല്ലോ സെയ്ദ് ടിയയും കൊണ്ട് പോയിരിക്കുന്നത് എന്നാണ് അവൾ ചിന്തിക്കുന്നതും. അവളോട് പറഞ്ഞിരിക്കുന്നത് ബിസിനസ് ട്രിപ്പിനെന്ന്, ഇപ്പോൾ പോയിരിക്കുന്നതോ ടിയയോട്.
അവൾക്കത് സഹിക്കാൻ പറ്റുമോ? ഇല്ല. ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് സെയ്ദും ടിയയും വീട്ടിലേക്ക് വന്നു. അതറിഞ്ഞിട്ടുള്ള അലീഷയാണെങ്കിൽ സെയ്ദിനെ കാണുവാനായിട്ട് അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയം സെയ്ദാണെങ്കിലോ അലീഷ വരുന്നത് കാണുന്നുണ്ട്. അവളെ സെയ്ദ് ടിയയെ കാണാതെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ നിന്നെ കാണാൻ നിന്റെ ഫ്ലാറ്റിലേക്ക് വരാം, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ് പ്ലീസ്, എല്ലാ കാര്യവും ഞാൻ അപ്പോൾ വന്ന് പറയാമെന്നും സെയ്ദ് പറയുന്നു. അങ്ങനെ അലീഷയാണെങ്കിൽ എങ്ങനെയെങ്കിലും തന്റെ മനസ്സിനെ സമാധാനിപ്പിച്ച് അവിടെ നിന്നും മടങ്ങി പോവുകയാണ് ചെയ്തതും. അന്നേ ദിവസം രാത്രി തന്നെ അലീഷയെ കാണുവാനായിട്ട് സെയ്ദ് അവളുടെ ഫ്ളാറ്റിലേക്ക് പോകും. അതേ സമയം തന്നെയായിരുന്നു അലീഷയെ കാണുവാനായിട്ട് അവളുടെ അച്ഛനും അവിടേക്ക് വന്നത്. സെയ്ദിനെ കാണുന്ന സമയത്ത് ഈ സമയം എന്തിനാ ഇവൻ ഇവിടെ വന്നിരിക്കുന്നത് എന്നാണ് അച്ഛൻ ചിന്തിക്കുന്നതും. അങ്ങനെ ഒരു ദിവസം സെയ്ദ് അലീഷയും കൂട്ടി ബീച്ചിനടുത്തുള്ള അവന്റെ ഒരു ഗസ്റ്റ് ഹൗസിലേക്ക് വരുന്നു. അവിടെ വെച്ച് അവനാണെങ്കിലോ അലീഷയോട് സംസാരിക്കുകയാണ്. ഞാനേ ടിയയുമായിട്ട് ബ്രേക്കപ്പ് ആയി, ഇനി എന്തായാലും ടിയയും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല, നമുക്ക് രണ്ടുപേർക്കും വിവാഹം കഴിക്കാമെന്നും അവൻ അവളോട് പറയുന്നു. എന്നിട്ട് അവൾക്ക് കുടിക്കുവാനായിട്ട് ഡ്രിങ്ക്സ് എടുക്കുവാനായി അകത്തേക്ക് പോയ സമയം അലീഷയുടെ മനസ്സിലാണെങ്കിൽ അവനെക്കുറിച്ച് നല്ല സംശയമായിരുന്നു. അവൾ ഉടനെ തന്നെ അവിടെ ഇരുന്ന സെയ്ദിന്റെ ലാപ്ടോപ്പ് എടുത്ത് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസവും ടിയയ്ക്ക് അയച്ചിരിക്കുന്ന മെസ്സേജുകളെല്ലാം അവൾ കാണുന്നു. കുറച്ചു ദിവസം മുൻപാണ് ടിയയുമായിട്ട് ബ്രേക്കപ്പ് ആയതെന്നാണ് അലീഷയോട് സെയ്ദ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ലാപ്ടോപ്പിലുള്ള ആ ഒരു വാട്സപ്പ് ചാറ്റ് പരിശോധിച്ചതിൽ നിന്നും കഴിഞ്ഞ ദിവസവും പ്രണയത്തോടു കൂടിയുള്ള അവൾക്ക് അയച്ചിരിക്കുന്ന മെസ്സേജുകളാണ് അലീഷ കണ്ടിരിക്കുന്നതും. അത് കണ്ട് അലീഷയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നു. മാത്രവുമല്ല ബാക്കിയുള്ള ചാറ്റ് പരിശോധിക്കുന്ന സമയത്ത് അലീഷയെ ഒരു ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അവളെ കൊല്ലുവാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യവും അലീഷയ്ക്ക് മനസ്സിലായി. അതേസമയമായിരുന്നു അലീഷയ്ക്ക് കുടിക്കുവാനുള്ള ജ്യൂസുമായിട്ട് സെയ്ദ് അവിടേക്ക് വരുന്നതും. ആ ജ്യൂസിൽ വിഷം കലർത്തിയിരിക്കുകയാണെന്ന് അലീഷയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ കുടിക്കുവാനായിട്ട് അവൾ കൂട്ടാക്കുന്നില്ല. സെയ്ദാണെങ്കിൽ അവളെ കൊണ്ട് നിർബന്ധിച്ച് കുടിപ്പിക്കുവാനായും ശ്രമിക്കും. എന്നാൽ അവൾ കുടിക്കുവാൻ കൂട്ടാക്കാതെ രണ്ടുപേരും തമ്മിൽ ഉന്തും തള്ളുമൊക്കെ ഉണ്ടാകുന്നു. അവസാനം രണ്ടുപേർക്കും ഇടയിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. തന്നെ സെയ്ദ് ചതിക്കുകയാണെന്ന് ഉറപ്പായ അലീഷയാണെങ്കിൽ അവനെ ആ ഒരു കടലിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. അതിനുശേഷം അവൾ അവളുടെ ഫ്ളാറ്റിലേക്ക് തിരിച്ചു വരികയാണ്. അടുത്ത ദിവസം തന്നെ അലീഷയ്ക്കാണെങ്കിൽ ഒരു കോൾ വരും. കരണാണ് വിളിക്കുന്നത്. നമ്മുടെ സെയ്ദ് മരണപ്പെട്ടു പോയി, കടലിൽ വീണാണ് മരിച്ചതെന്ന് കരൺ പറയുന്നു. എന്നാൽ അലീഷയ്ക്കാണെങ്കിലോ യാതൊരു ഭാവവ്യത്യാസവുമില്ല. കാരണം അവളല്ലേ കൊന്നത്, അവളാണ് കൊന്നതെന്ന് മറ്റുള്ളവർക്ക് മുന്നിൽ തോന്നാത്ത വിധമാണ് അവളുടെ പ്രവൃത്തിയും. എന്നാൽ സെയ്ദിന്റെ ബിസിനസ് പാർട്ട്ണർക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നന്നായിട്ട് അറിയാം. കാരണം അലീഷയെ കാണുവാൻ വേണ്ടിയിട്ടാണ് സെയ്ദ് അവിടെ നിന്ന് പോയതെന്നുള്ള കാര്യവും പാർട്ട്ണർക്ക് അറിയാമല്ലോ. സെയ്ദിന്റെ കേസിൽ നിന്നും വേറൊന്നും പോലീസിന് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ കടലിൽ ചാടി സെയ്ദ് ആത്മഹത്യ ചെയ്തതാണെന്ന് പറഞ്ഞ് പോലീസ് കേസും ക്ലോസ് ചെയ്യുന്നു. എന്നാൽ ബിസിനസ് പാർട്ട്ണർക്ക് സത്യമെല്ലാം അറിയാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കേസ് വീണ്ടും ഒന്നുകൂടി അന്വേഷിച്ചാലോ, യഥാർത്ഥ പ്രതികൾ വേറെ ഉണ്ടെങ്കിലോ എന്ന് ബിസിനസ് പാർട്ട്ണർ പറയും. പക്ഷേ പോലീസുകാരാണെങ്കിൽ വീണ്ടും കേസ് റീ ഓപ്പൺ ചെയ്യുവാനായിട്ടൊന്നും തയ്യാറാകുന്നില്ല. ബിസിനസ് പാർട്ട്ണർ നേരെ എത്തുന്നത് അലീഷയ്ക്കടുത്തേക്കാണ്. നീയാണ് സെയ്ദിനെ കൊന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ എനിക്ക് സെയ്ദിന്റെ സ്വത്തുക്കളെല്ലാം എന്റെ പേരിൽ വേണം, ആ കമ്പനിയെല്ലാം എനിക്ക് വേണം. അതിന് നീ ഒരിക്കലും ഒരു തടസ്സവും നിൽക്കരുത്. അഥവാ നിന്നു കഴിഞ്ഞാൽ എല്ലാ സത്യവും ഞാൻ പുറത്തു പറയുമെന്നായിരുന്നു അലീഷയെ അയാൾ പറഞ്ഞു വിരട്ടുന്നതും. അതുകൊണ്ട് തന്നെ അലീഷ ഒരു പ്രശ്നത്തിനും പോകുന്നതുമില്ല. മാത്രമല്ല ടിയയ്ക്കടുത്ത് എത്തിയിട്ട് എന്തായാലും സെയ്ദ് അവന്റെ ഫണ്ടെല്ലാം അവൻ നശിപ്പിച്ചു കളഞ്ഞു, എന്റെ ഫണ്ട് എനിക്ക് തന്നെ വേണം, എന്റെ ഷെയർ വാങ്ങിക്കൊണ്ട് ഞാൻ എന്റെ കാര്യം നോക്കി പോവുകയാണ് എന്നുള്ള രീതിയിലാണ് ബിസിനസ് പാർട്ട്ണർ സംസാരിക്കുന്നതും. ടിയയ്ക്കും യാതൊന്നിനും താല്പര്യമേ ഇല്ലായിരുന്നു. അവളും അവളുടെ കാര്യം നോക്കി ജീവിക്കുവാനായും തീരുമാനിക്കുന്നു. സങ്കടപ്പെട്ടിരിക്കുന്ന ടിയയ്ക്കടുത്തേക്ക് അലീഷ വരികയാണ്. അലീഷയെ കാണുന്ന ടിയ അവളോടൊരു സത്യം തുറന്നു പറയും. ടിയ അലീഷയോട് പറയും, ഇനിയും ഞാൻ ഈ സത്യം നിന്നോട് തുറന്നു പറയാതിരുന്നു കഴിഞ്ഞാൽ അത് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാ, നിന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതി. അതുകൊണ്ട് തന്നെ ഞാനെല്ലാം നിന്നോട് തുറന്നു പറയുവാനായി പോവുകയാണെന്നുള്ള കാര്യം ടിയ പറയുന്നു. എന്ത് കാര്യമാണെന്ന് അലീഷ ചോദിക്കും. ആദ്യമായിട്ട് ഇവരെല്ലാവരും ഒരു ഗസ്റ്റ് ഹൗസിൽ ഒന്നിച്ചു കൂടിയില്ലേ, ആ ഒരു ഗസ്റ്റ് ഹൗസ് നിന്റെയാണെന്നുള്ള കാര്യം അലീഷയോട് ടിയ പറയുന്നു. എന്റെ ഗസ്റ്റ് ഹൗസോ? അതെങ്ങനെ ശരിയാകാനാ? അപ്പോൾ ടിയ പറയും, സത്യത്തിൽ എന്റെ അച്ഛനും നിന്റെ അച്ഛനും ഒന്നാണ്, നമ്മൾ രണ്ടുപേരും സഹോദരങ്ങളാ. സത്യത്തിൽ നിന്നോടൊപ്പം ഉള്ളത് നിന്റെ യഥാർത്ഥ അച്ഛനല്ല. ഈ ഒരു സത്യം അറിഞ്ഞതോടുകൂടിയാണ് നിന്റെ അച്ഛൻ നിന്റെ അമ്മയെ ഉപേക്ഷിച്ച് പോയത് തന്നെ. ഇതെല്ലാം കേട്ടതും അലീഷയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അവൾ ഞെട്ടിപ്പോകുന്നു. അവളുടെ ജനനത്തെക്കുറിച്ചുള്ള സത്യങ്ങളാണല്ലോ അവൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നതും. അലീഷയും ടിയയും സഹോദരങ്ങളാണെന്ന് അറിഞ്ഞപ്പോൾ അലീഷയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. മാത്രമല്ല താൻ ഇത്രയും നാൾ ആ അച്ഛനോട് ദേഷ്യം കാണിച്ചതിലും അവൾക്ക് വല്ലാത്ത സങ്കടം. അവൾ അമ്മയാണ് നല്ലത്, അച്ഛനാണ് അഴുക്ക് എന്നാണല്ലോ ചിന്തിച്ചു വെച്ചിരുന്നതും. ഇപ്പോൾ അച്ഛൻ ഒരു തെറ്റും ചെയ്തില്ല എന്ന് അറിഞ്ഞതോടുകൂടി അവൾക്ക് അച്ഛനോട് സ്നേഹമാകുന്നു. എന്നാൽ മറ്റൊരു വശത്ത് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞതിന്റെ സമാധാനത്തിലിരിക്കുകയായിരുന്നു ടിയ.
സത്യങ്ങളെല്ലാം മറന്നതിൽ പിന്നെ അലീഷ നേരെ തന്റെ അച്ഛനെ കാണുവാനായും എത്തി. അച്ഛനോട് അവൾ മാപ്പ് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത്രയും നാൾ ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യനാണല്ലോ താൻ വെറുത്തത് എന്നോർത്താണ് അവൾക്ക് സങ്കടവും. അവളുടെ അമ്മയല്ലേ യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്തത്, എന്നിട്ട് ശിക്ഷ മൊത്തം അനുഭവിച്ചത് അച്ഛനും. ആ ഒരു സീൻ അവിടെ കട്ടായി. പിന്നീട് കാണിക്കുന്നത് കരണിന്റെ വിവാഹം നടക്കുന്നതാണ്. ആ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് അലീഷയും ടിയയും ഒക്കെ എത്തിയിട്ടുണ്ട്. കരൺ ആണെങ്കിലോ ഇപ്പോൾ അത്യാവശ്യം സാമ്പത്തികമായി നല്ലൊരു പൊസിഷനിൽ നിൽക്കുകയാണ്. അവന്റെ സ്റ്റോറിയൊക്കെ പബ്ലിഷ് ചെയ്ത് അവൻ ഇപ്പോൾ നല്ല ഫേമസ് ആയിരിക്കുകയാണ്. ഏകദേശം അലീഷ അവന്റെ തലയിൽ നിന്ന് പോയതോടുകൂടി അവൻ രക്ഷപ്പെട്ടതുപോലെയാണ്. അതേ സമയത്തായിരുന്നു ഒരു മുത്തശ്ശി അലീഷയ്ക്കടുത്തേക്ക് വന്നിട്ട്, നീ അലീഷയല്ലേ എന്ന് ചോദിക്കുന്നത്. സത്യത്തിൽ ഈ മുത്തശ്ശി ആരെന്നാൽ അലീഷയും സെയ്തും കൂടി കറങ്ങാൻ പോയ സമയത്ത് ഒരു മുത്തശ്ശനെയും മുത്തശ്ശിയും കണ്ടപ്പോൾ ഭാര്യയും ഭർത്താവുമാണെന്നാണല്ലോ രണ്ടുപേരും കള്ളം പറഞ്ഞിരിക്കുന്നത്. അതേ മുത്തശ്ശി തന്നെയാണ് അലീഷയുടെ അടുത്തെത്തിയിട്ട് നീ അലീഷയല്ലേ എന്ന് ചോദിച്ചതും. അത് കേട്ടതോടുകൂടി അലീഷയാണെങ്കിൽ നിന്ന് വിയർക്കുവാനായും തുടങ്ങി. കാരണം അടുത്ത് ടിയെ നിൽക്കുകയല്ലേ, എല്ലാ കള്ളവും പൊളിഞ്ഞാലോ എന്ന ടെൻഷനായിരുന്നു അവൾക്ക്. അതോടുകൂടി സിനിമയുടെ കഥയും അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.